ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എലീസ് മഞ്ജു. കഴിഞ്ഞ എപ്പിസോഡിലെ തായ്ലൻഡ് വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. കോറൽ ഐലൻഡിൽ നിന്ന് ഞങ്ങൾ പട്ടായയിലേക്ക് തിരിച്ചു. നമുക്ക് ലഞ്ചിന് തായ്ലൻഡ് കുസീനാണ് അറേഞ്ച് ചെയ്തിരുന്നത്. തായ്ലൻഡ് ഫുഡ് ട്രൈ ചെയ്യണമെന്നൊരു വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. അതെന്തായാലും ഈ ഒരു ലഞ്ചിനോട് സാധിച്ചു കിട്ടി. ഇതുപോലൊരു സ്പ്രെഡ് ഞങ്ങൾ ആരും പ്രതീക്ഷിച്ചിട്ടില്ല. ഇവർ ഒരു ടേബിളിൽ സെറ്റ് ചെയ്തിരിക്കുന്നതാണ് ഇത്രയും ഡിഷസ്. ഇതിൽ സീ ഫുഡ് ഉണ്ടായിരുന്നു, ചിക്കൻ ഐറ്റംസ് ഉണ്ടായിരുന്നു, പിന്നെ വെജിറ്റബിൾസ് കുറേയേറെ ഉണ്ട്. പക്ഷേ ഇതിൻ്റെയൊക്കെ പേരെന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചു. നമുക്കിതൊന്ന് നാട്ടിൽ വന്ന് വീട്ടിൽ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഇതിൻ്റെ പേരൊന്നും നമുക്ക് കിട്ടിയില്ല. പക്ഷേ പല ടൈപ്പ് കുസീൻ ട്രൈ ചെയ്യുന്നത് കൊണ്ടും അത് എൻജോയ് ചെയ്യുന്നത് കൊണ്ടും എനിക്കിത് വളരെയധികം ഇഷ്ടപ്പെട്ടു. എല്ലാ ഡിഷസിൽ നിന്നും ഒരു ഇത്തിരി എടുത്ത് ഞാൻ ആ തായ്ലൻഡ് കുസീൻ ശരിക്കും ഈ ഒരു ലഞ്ച് ശരിക്കും എൻജോയ് ചെയ്തു. ഞങ്ങൾ ലഞ്ച് കഴിച്ചതിന് ശേഷം പിന്നെ പോയത് ജെംസ് ഗാലറിയിലേക്കാണ്. അത് അവിടെ വളരെ കുറച്ച് നേരമേ ഒരു ചെറിയ സമയം സ്പെൻഡ് ചെയ്തിട്ടുള്ളൂ. പിന്നെ ഞങ്ങൾ പോയത് ഞങ്ങളുടെ ടൂർ പാക്കേജിൽ ഇല്ലാതിരുന്ന മെൻഷൻ ചെയ്യാതിരുന്ന ഒരു സ്ഥലത്തേക്കാണ്, സാങ്ച്വറി ഓഫ് ട്രൂത്ത്. അത് ഞങ്ങളുടെ റിക്വസ്റ്റ് പ്രകാരം അവർ ഇൻക്ലൂഡ് ചെയ്തതാണ്. പട്ടായയിൽ തന്നെയായിരുന്നു. അവിടെ എത്തിയപ്പോൾ ബസ് ഇറങ്ങിയ സ്ഥലത്ത് നിന്ന് നോക്കുമ്പം തന്നെ അതിൻ്റെ ആ സാങ്ച്വറി ഓഫ് ട്രൂത്ത് എന്ന് പറയുന്ന ആ ഒരു കാസിലിൻ്റെ ബ്യൂട്ടി അതിമനോഹരമായിരുന്നു. അപ്പോൾ അങ്ങോട്ടേക്ക് പോകുമ്പോൾ വളരെ സ്റ്റീപ്പായിട്ടുള്ള സ്റ്റെപ്സ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറേ ഫോട്ടോസ് വീഡിയോസ് എടുക്കുന്നത് അങ്ങ് നിർത്തി. പിന്നെ നമ്മൾ ഒരു സ്ഥലത്ത് എത്തിക്കഴിയുമ്പം ഈ കൺസ്ട്രക്ഷൻ സൈറ്റിലൊക്കെ പോകുന്നവർക്ക് വെക്കുന്നത് പോലുള്ള ഈ ക്യാപ്പ് നമുക്ക് തന്നു. ഈ ക്യാപ്സ് നമുക്ക് തരാനുള്ള കാരണം ഈ ഒരു കാസിൽ 1981 കൺസ്ട്രക്റ്റ് ചെയ്യാൻ തുടങ്ങിയതാണ്. അതിൻ്റെ പണി ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും അതിലെ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് നമ്മുടെ ഒരു സേഫ്റ്റി പർപ്പസിന് വേണ്ടിയാണ് അവർ ഈ ക്യാപ്പ് നമുക്ക് പ്രൊവൈഡ് ചെയ്തത്. ഞങ്ങൾ പിന്നെ നടന്ന് ചെല്ലുന്നത് ഇതുപോലൊരു വർക്ക് സൈറ്റിലേക്കാണ് പോകുന്നത്. അവിടെയാണ് ഈ കൊത്തുപണികൾ ചെയ്യുന്ന ഏരിയയാണിത്. അപ്പോൾ അവിടെ ഒത്തിരി പേര്, കുറേ ലേഡീസ്, കുറേ വുഡ് പീസസുകളിലൊക്കെ ഇതുപോലെയുള്ള കൊത്തുപണികൾ ചെയ്യുന്നതൊക്കെ കാണാമായിരുന്നു. ഞങ്ങൾ ചെന്നത് ഏകദേശം ഒരു 4 മണി 5 മണി ഒരു ഈവനിങ് ടൈമിനാണ് ചെല്ലുന്നത്. അപ്പോൾ സൂര്യനൊക്കെ അസ്തമിച്ച് വരുന്ന ഒരു സമയമായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇവർക്ക് പണിയൊക്കെ ചെയ്ത് കഴിഞ്ഞ് തിരിച്ചു പോകാനുള്ള സമയമൊക്കെ ആയിരിക്കും. അവിടെ ക്ലീനിങ്ങും ഈ വർക്കും എല്ലാം സൈമുൾട്ടേനിയസ് ആയിട്ട് നടക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ ഈ ഒരു വർക്ക് സൈറ്റിലൂടെ നമ്മൾ ഈ ഒരു വഴിയിലൂടെയാണ് ആ കാസിലിലേക്ക് നമ്മൾ ചെല്ലുന്നത്. അപ്പോൾ ഇതെല്ലാം കണ്ടുകൊണ്ട് അവർ ചെയ്യുന്ന വർക്കും എല്ലാം ഇങ്ങനെ ഷൂട്ട് ചെയ്ത് നമ്മൾ മുന്നോട്ട് പോയി. കുട്ടിക്കാലത്ത് നമ്മുടെ വീട്ടിലൊക്കെ ആശാരിമാർ ചെറിയ പണികളൊക്കെ ചെയ്യാൻ വരുമ്പോൾ കൗതുകത്തോടെ ഇങ്ങനെ നോക്കി നിന്നിട്ടുള്ള ഓർമ്മയിൽ ഞാൻ ആ ലേഡി ചെയ്യുന്ന പണി ഇങ്ങനെ കുറച്ച് നേരം ഷൂട്ട് ചെയ്തെടുത്തു. പിന്നെ നമ്മൾ മുന്നോട്ട് നീങ്ങുമ്പോൾ ഈ കാസിലിൻ്റെ സ്ട്രക്ചർ അവിടെ വെച്ചിരിക്കുന്നതായിട്ട് കാണാം. ഇതിലാണ് ഇവർ ചെയ്യുന്ന ഓരോ കൊത്തുപണികൾ സെറ്റ് ചെയ്യുന്നത്. ഇത് ഷൂട്ട് ചെയ്ത് ഞാൻ മുന്നോട്ട് നീങ്ങുമ്പോൾ കുറച്ചങ്ങോട്ട് ചെല്ലുമ്പോൾ പെട്ടെന്ന് നോക്കുമ്പോൾ ആരും മുന്നോട്ട് നീങ്ങുന്നില്ല. എല്ലാവരും അവിടെ നിന്ന് തന്നെ ഫോട്ടോസും വീഡിയോസും എടുക്കുകയാണ്. കാരണം നമുക്ക് മുന്നിൽ നിൽക്കുന്ന അതിമനോഹരമായിട്ടുള്ള ഒരു വുഡൻ കാസിലാണ്. നമ്മുടെ കൺമുന്നിൽ കാണുന്ന അതിമനോഹരമായ ഈ കാസിൽ നേരിട്ട് കണ്ടു കഴിയുമ്പോഴുണ്ടല്ലോ, അറിയാതെ നമ്മുടെ ഉള്ളിലെ കവിഭാവന ഉണർന്നു പോകും. അസ്തമയ സൂര്യൻ്റെ കിരണങ്ങൾ ഏറ്റുകിടക്കുന്ന ഈ കാസിലിൻ്റെ ഭംഗി എൻ്റെ ക്യാമറയിൽ ഒപ്പിയെടുക്കാൻ വേണ്ടി കുറച്ച് ദൂരം ഞാൻ മുന്നോട്ട് നടന്നു. അങ്ങനെ കുറച്ച് നേരം അങ്ങോട്ട് മുന്നോട്ട് നടന്നപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിലെത്തി. അപ്പോൾ അവിടെ പലരും ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. കടൽ തീരത്തിനടുത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇതിൻ്റെ ബ്യൂട്ടി ശരിക്കും നമുക്ക് ക്യാമറയിൽ എടുക്കാൻ സാധിച്ചു. ഇത്രയും അകലെ നിന്നിട്ട് പോലും അതിലെ കൊത്തുപണികളുടെയൊക്കെ ഒരു ഭംഗി നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റും. അതിമനോഹരമായിട്ടുള്ള ഈ കാസിൽ കണ്ട് ഞങ്ങൾ അവിടെ ഇങ്ങനെ അതിൻ്റെ ഭംഗി ആസ്വദിച്ച് നിന്നത് കണ്ടപ്പോൾ ഞങ്ങളുടെ ടൂർ ഗൈഡ്സ് തന്നെ ഞങ്ങൾക്ക് കുറച്ച് സമയം കൂടി അനുവദിച്ചു. അതിൻ്റെ ഉള്ളിൽ കാണാനും കൂടിയുള്ള സമയം നമുക്ക് കിട്ടി. കാരണം നമുക്ക് അന്നത്തെ ദിവസത്തെ ആക്ടിവിറ്റീസ് പിന്നെ അധികം ഉണ്ടായിരുന്നില്ല.
ഈ സാങ്ച്വറി ഓഫ് ട്രൂത്ത് കണ്ടതിന് ശേഷം ഞങ്ങൾ പിന്നെ ഒരു ചെറിയൊരു ഷോപ്പിംഗ് പട്ടായയിൽ നടത്തി. അതിനുശേഷം നമ്മൾ ഹോട്ടലിൽ പോയി ഫ്രഷായി പിന്നെ ഡിന്നർ കഴിച്ചിട്ട് പിന്നെ പട്ടായയിലെ നൈറ്റ് ലൈഫ് കാണാനായിരുന്നു ഞങ്ങളുടെ പ്ലാൻ. അപ്പോൾ അതുകൊണ്ട് അധികം ആക്ടിവിറ്റീസ് ഇല്ലാത്തത് കൊണ്ട് ദി അലൗഡ് അസ് ടു സ്പെൻഡ് ലിറ്റിൽ മോർ ടൈം ഓവർ ഹിയർ. അപ്പോൾ ഉണ്ടല്ലോ കുറച്ച് ദൂരം ഞങ്ങളെല്ലാവരും ഇതിന് ചുറ്റും നടന്നു കണ്ടു. അപ്പോൾ നോക്കി നടക്കുമ്പോൾ ഉണ്ടല്ലോ എല്ലാ ഏരിയാസും ഒരു കൊത്തുപണികൾ പോലും ഇല്ലാത്ത ഒരു ഏരിയ പോലും ഇല്ല. അതും നമുക്കുണ്ടല്ലോ ക്യാമറയുമായിട്ട് ഇങ്ങനെ നടക്കുമ്പോൾ ഏത് ഭാഗം എവിടെ വെച്ച് ഫോട്ടോ എടുക്കണം ഇതൊക്കെയുള്ളൊരു കൺഫ്യൂഷനാണ്. കാരണം ഈച്ച് ആൻഡ് എവറി പ്ലേസ് ഈസ് സോ ബ്യൂട്ടിഫുൾ. അതിൻ്റെ ഉള്ളിലേക്ക് കടന്നു കഴിഞ്ഞപ്പോൾ അതിലും മനോഹരം. കാരണം ഓരോ കൊത്തുപണികളും ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു ബിൽഡിംഗ് ഒരു കാസിൽ നമ്മൾ ഇതുവരെ കണ്ടിട്ടുണ്ടാവില്ല. കാരണം അതും വുഡൻ കാസിൽ. ഇതുപോലെ അമേസിങ് ആയിട്ടുള്ളൊരു ബിൽഡിംഗ്, ഒരു കൺസ്ട്രക്ഷൻ നമ്മുടെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇത് കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ചെയ്യാത്ത ഒരു ഏരിയയാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കടന്നു കഴിഞ്ഞാൽ സാധാരണ ഒരു വുഡൻ സ്ട്രക്ചറിനുള്ളിലൊക്കെ നല്ല ഇരുട്ടായിരിക്കും. പക്ഷേ ഇതിനുള്ളിൽ എല്ലാ ഡയറക്ഷനിലും സൺലൈറ്റ് കിടക്കുന്നുണ്ട്. അതിനുള്ള സംവിധാനങ്ങൾ ആ രീതിയിലാണ് ഇതിൻ്റെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പം ശരിക്കും ഒരു ആർക്കിടെക്ചർ ഡിസൈനും കൊത്തുപണികളിലും ഒക്കെ കൂടുതൽ ആഴത്തിലൊക്കെ പഠിക്കുന്നവർക്ക് പറ്റിയ ഒരു സ്ഥലമാണിത്. ശരിക്കും ഇതൊരു വർത്തായിട്ട് ഞങ്ങളെല്ലാവരും വളരെയധികം എൻജോയ് ചെയ്ത ഒരു സ്ഥലമായിരുന്നു ഇത്. ഇറ്റ്സ് റിയലി വർത്ത് ടു കം ഹിയർ ആൻഡ് ശരിക്കും നല്ലൊരു മെമ്മറബിൾ എക്സ്പീരിയൻസ് ആയിരുന്നു ഇത് കേട്ടോ. നമുക്ക് ഒരു പുതിയൊരു സ്ഥലത്ത് പോയിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു പുതുതായിട്ട് എന്തെങ്കിലും അവിടുത്തെ കൾച്ചർ കാണാൻ പറ്റുന്നതൊക്കെ ഒരു വലിയൊരു ഭാഗ്യമല്ലേ. അങ്ങനെ ഒരു ഭാഗ്യമാണ് ഇത് വന്നിരിക്കുന്നത്. പിന്നെ ഈ ഒരു ബിൽഡിങ് കൺസ്ട്രക്റ്റ് ചെയ്തിരിക്കുന്നത് ഹിന്ദു മതത്തിൻ്റെയും ബുദ്ധമതത്തിൻ്റെയും കുറേ പുരാണങ്ങളിലെ കുറേ കഥകളെയൊക്കെ ആസ്പദമാക്കിയാണ് ഇവർ ഈ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ഇതിലെ കൊത്തുപണികൾ പലതും ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ബിൽഡിങ്ങിൽ പല ഏരിയാസിലും നല്ല ഫോട്ടോ സ്പോട്ട്സ് ആയിട്ടുള്ള കുറേ ഏരിയാസ് ഉണ്ട്. എല്ലാം തന്നെ ഭംഗിയാണ്. എല്ലാ ഏരിയാസും വളരെ മനോഹരമാണ്. അങ്ങനെ കുറേ ഫോട്ടോസൊക്കെ എടുത്ത് കുറേ നല്ല മെമ്മറീസുമായിട്ട് ഞങ്ങൾ പിന്നെ തിരിച്ച് അവിടെ നിന്ന് ഞങ്ങൾ പട്ടായയിലേക്ക് ഞങ്ങളുടെ ഹോട്ടലിലേക്ക് തിരിച്ചു. പട്ടായ സിറ്റിയിൽ നിന്നൊരു 10-15 മിനിറ്റ് ട്രാവൽ ചെയ്ത ഒരു സ്ഥലത്താണ് നമ്മൾ സ്റ്റേ ചെയ്തിരുന്നത്. അപ്പോൾ നമ്മൾ ഡിന്നർ അന്ന് ഞങ്ങൾക്ക് തയ്യാറാക്കിയിരുന്നത് ഈ പട്ടായയിൽ വാക്കിംഗ് സ്ട്രീറ്റിനടുത്ത് തന്നെയായിരുന്നു. ഇന്ന് ദീപാവലി ആയത് കാരണം ഒരു ദീപാവലി സെലിബ്രേഷനായിട്ട് ഒരു ഡിന്നർ ആ രീതിയിലായിരുന്നു അറേഞ്ച് ചെയ്തിരുന്നത്. അതിനുശേഷം ഞങ്ങളെല്ലാവരും നടന്ന് ഈ വാക്കിംഗ് സ്ട്രീറ്റിലേക്ക് വന്നു. അപ്പം അവിടെ വന്നു കഴിഞ്ഞപ്പം എല്ലാവരും ഒരു ഹലോവീൻ തീമിനനുസരിച്ചായിരുന്നു ഡ്രസ്സിങ്സ് ഉണ്ടായിരുന്നത്. കാരണം സെയിം ഡേ ഹലോവീൻ ഡേയും കൂടിയായിരുന്നു. അപ്പോൾ അവിടെ ആ ഹലോവീൻ സെലിബ്രേഷനും കൂടി അവിടെ നടക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ടൈം സ്പെൻഡ് ചെയ്യാൻ നമുക്ക് അലോ ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ആവശ്യമുള്ള സമയം അവിടെ സ്പെൻഡ് ചെയ്തിട്ട് തിരിച്ച് നമുക്ക് തന്നെ വേണമായിരുന്നു ഹോട്ടലിലേക്ക് തിരിച്ച് വരാനായിട്ട്. അപ്പോൾ നമ്മൾ കുറേ നേരം ഞങ്ങൾ അതുവഴി കറങ്ങി നടന്നു. പിന്നെ അതിൻ്റെ ഇടയിൽ ഇതുപോലൊരു 3D അഡ്വർടൈസിങ് സ്ക്രീൻ കണ്ടു. അപ്പോൾ അത് കുറച്ച് നേരം അത് വളരെ യുണീക്കായിട്ട് തോന്നി. അപ്പോൾ അതുകൊണ്ട് അത് ഷൂട്ട് ചെയ്തു. അതിനുശേഷം കുറച്ച് ദൂരവും കൂടി നടന്ന് ആ സ്ഥലമൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്തു. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മളെ ഫാമിലി ക്യാൻ വാച്ച് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ ഡാൻസ് ബാറുകളും ഒക്കെ നമ്മളെ ഇൻവൈറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം അതിലൊന്നും നമുക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു. അതുകൊണ്ട് അതിനൊന്നും പോയില്ല. ആ നൈറ്റ് ലൈഫിൻ്റെ ഭംഗിയും അതൊക്കെ കണ്ട് ആസ്വദിച്ചിട്ട് ഏകദേശം ഒരു 11 മണിയായപ്പോൾ ഞാൻ തന്നെ ടാക്സി എടുത്ത് തിരിച്ച് ഹോട്ടലിലേക്ക് പോയി. ഞാൻ തന്നെ ടാക്സി എടുത്ത് തിരിച്ച് ഹോട്ടലിലേക്കൊക്കെ പോയെന്ന് പറയുമ്പോൾ ഇതിലെന്താ ഇത്ര വലിയ സംഭവമെന്ന് വിചാരിക്കും. പക്ഷെ ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് ചെയ്ത ഒരു കാര്യമാണ്. ദാറ്റ്സ് ടു ഇൻ അനദർ കൺട്രി. ഒരു ഡിഫറെൻറ്റ് കൺട്രിയിൽ ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇതിങ്ങനെ ചെയ്യാനായിട്ടൊരു കാരണവും കൂടി ഉണ്ടായിരുന്നു. കാരണം നെക്സ്റ്റ് ഡേ ഞാൻ ചെയ്തതൊരു സോളോ ട്രിപ്പായിരുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നല്ലോ ഇതൊരു പാക്കേജ് ടൂർ ആയിരുന്നല്ലോ. അപ്പോൾ നെക്സ്റ്റ് ഡേ ഗ്രൂപ്പിൽ നിന്ന് മാറി ഞാൻ തന്നെ ഒരു ഫുൾ ഡേ ബാങ്കോക്കിൽ സ്പെൻഡ് ചെയ്ത വിശേഷങ്ങളാണ് അടുത്ത എപ്പിസോഡിൽ ഷെയർ ചെയ്യുന്നത്. അതിനുള്ള പ്രിപ്പറേഷനായിട്ടായിരുന്നു ഞാൻ ഈ തലേ ദിവസം ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്തത്. അതുവരെ അപ്പോൾ ആ വിശേഷങ്ങൾക്കായിട്ട് സ്റ്റേ ട്യൂൺഡ്.
താങ്ക് യു ഫോർ വാച്ചിങ്.